ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ഇറാൻ ആക്രമണം അതിശക്തമാക്കിയിരിക്കുകയാണ്. ഇറാൻ ഉടൻ തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് UN കൗൺസിലിൽ അവതരിപ്പിച്ച പ്രമേയം പോലും അവർ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വീണ്ടും ഈ ഗൾഫ് രാജ്യങ്ങൾക്കുമേൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുന്നത്. UAE നിന്ന് ഇന്ന് പുലർച്ചെ തന്നെ ഇറാന്റെ വലിയൊരു ആക്രമണ ശ്രമമാണ് നടത്തിയതുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ദുബായ് ക്രീക്ക് ഹാർബറിന് സമീപമുള്ള അല്ലെങ്കിൽ ആ താമസ കെട്ടിടത്തിന് മുകളിൽ തന്നെ ഒരു ഡ്രോൺ പതിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കെട്ടിടത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. ആർക്കും ഇതുവരെയും പരിക്കില്ല എന്നാണ് ദുബായ് മീഡിയ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായി തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ചാരവൃത്തി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബഹ്റൈനിൽ നിന്നും 4 പേരെ അടക്കം അറസ്റ്റ് ചെയ്തത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിനു വേണ്ടി ചാരവൃത്തി നടത്തിയതിന് രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയതിനും 4 ബഹ്റൈൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതായി തന്നെ ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചത്. അറസ്റ്റിലായവർ ആകട്ടെ 22നും 36നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. 25 വയസ്സുള്ള ഒരു വ്യക്തിയാകട്ടെ, അതായത് 5ാമത് ഒരാൾ വിദേശത്ത് ഒളിവിലാണ് എന്നതാണ് ഇപ്പോൾ മറ്റൊരു വിവരം വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ വലിയ രീതിയിൽ പ്രധാനമായും തന്നെ ബഹ്റൈൻ, ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും നടത്തി വരികയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ 150 US സൈനികർക്ക് പരിക്കേറ്റതായി തന്നെ വ്യക്തമാക്കുന്നു. പരിക്കേറ്റവരുടെ കണക്കുകൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 88 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ പെന്റഗൺ ഇതുവരെ പുറത്തുവിട്ടിരിക്കുന്നത്. ഏകദേശം 140 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും ഇതിൽ 108 പേർ ജോലിയിൽ തിരികെ എത്തിക്കൊണ്ട് വീണ്ടും 89 പേരുടെ അതായത് അവരുടെ ആരോഗ്യനില, പരിക്കുകൾ വളരെ ഗുരുതരമാണ് എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി സൂചിപ്പിക്കുന്നത്. അതേസമയം ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രമേയം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനെയോ അല്ലെങ്കിൽ അത് തടയുന്നതിനെയോ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ നീക്കങ്ങളെയും UN കർശനമായി തന്നെ അപലപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ അതുപോലെ തന്നെ ഊർജ്ജ സുരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ സ്ഥിരത തകർക്കുക ആ നടപടികൾ അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ബഹ്റൈൻ അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ട അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് പ്രമേയത്തിൽ പരാമർശമില്ല എന്നതിനെയും റഷ്യയും ചൈനയും വലിയ രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അറിവില്ലാത്ത ഒരാൾ ഈ പ്രമേയം വായിച്ചാൽ ഇറാൻ യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ അറബ് രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് എന്ന് കരുതുകയാണ് ചെയ്യുന്നതെന്നതാണ് റഷ്യൻ അംബാസിഡർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഫെബ്രുവരി 28 അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തെ തുടർന്നുകൊണ്ട് ആരംഭിച്ച യുദ്ധം ഗൾഫ് മേഖലയെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നതായിരുന്നു ഇറാൻ അവകാശപ്പെടുമ്പോഴും എനർജി പ്ലാന്റുകൾ, ഹോട്ടലുകൾ തുടങ്ങിയ സിവിലിയൻ കേന്ദ്രങ്ങളുമാണ് ഇവിടെ കൂടുതലായി തന്നെ ആക്രമിക്കപ്പെടുന്നത്. ലോകത്തിലെ എണ്ണവാതക കയറ്റുമതിയുടെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഏറ്റെടുത്തതോടുകൂടി തന്നെ ഇന്ധനവില ഇപ്പോൾ വലിയ രീതിയിൽ കുതിച്ചുയരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ്. ഖത്തറും സൗദി അറേബ്യയും തങ്ങളുടെ ഉൽപാദനം നിർത്തിവെക്കാൻ ഇവിടെ നിർബന്ധിതരാകുകയും ചെയ്തു. ഈ പ്രതിസന്ധി മറികടക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിയന്തര എണ്ണശേഖരം അത് വിപണിയിലേക്ക് ഇറക്കാൻ ഇപ്പോൾ അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി തീരുമാനമെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വലിയ രീതിയിൽ ബഹ്റൈനിലും UAE യിലും അടക്കം വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ അഴിച്ചുവിടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.